ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. 24ഓളം വില്ലകൾ വരുന്ന ഒരു വലിയ പ്രൊജക്റ്റ് ആണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഈ കാണുന്ന വില്ലയുടെ ഈ ഒരു സൈഡിലും അപ്പുറത്തും ഒക്കെ ആയിട്ട് നിറയെ വില്ലകളാണ്. ഏകദേശം 24ഓളം വില്ലകൾ വരുന്ന വലിയൊരു വില്ല പ്രൊജക്റ്റ് ആണ്. അപ്പം അതിനകത്തുള്ള കുറച്ച് വില്ലകളിൽ ഒരു വില്ലയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു ഭാഗത്ത് ഈ ഒരു നമ്മുടെ മെയിൻ റോഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാർ റോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പിന്നെ വില്ലകളിലേക്ക് വരുന്നത് ഭംഗിയുള്ള ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച വഴികളാണ്. ഇവിടെയൊക്കെ നമുക്ക് 3 ബെഡ്റൂമിന്റെയും 4 ബെഡ്റൂമിന്റെയും ഒക്കെ വീടുകളാണ് ഉള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു 3 ബെഡ്റൂമിന്റെ വീടാണ്. അത് കൂടാതെ നിങ്ങൾക്ക് 3 ബെഡ്റൂം അല്ല 4 ബെഡ്റൂമിന്റെ വീടാണ് ഇവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മാർബിൾ ഹോംസിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇതിനകത്തുള്ള വില്ലകൾ 24 വില്ലകളും ഒന്നിച്ച് ഒറ്റ സ്ട്രെച്ച് ആയിട്ടല്ല നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. 2-3 പോർഷൻ ആയിട്ട് 2-3 ഭാഗങ്ങളിൽ 2 റോഡുകളിലൊക്കെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഈ ഒരു വില്ലകൾ നിൽക്കുന്നത് ഏകദേശം ഇവിടെ നമുക്കൊരു 7-8 വില്ലകൾ വരുന്ന പ്രൊജക്റ്റ് ആണ്. ഇതിനകത്തുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് 2020 കിഴക്കമ്പലത്താണ്. ഇവിടെ നിന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 14 കിലോമീറ്റേഴ്സ്. അതുപോലെ ഇടപ്പള്ളി ഭാഗത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലുലു മാളിലേക്കൊക്കെ എത്തണമെങ്കിൽ 15 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് അധികം ഒന്നും ട്രാവൽ ചെയ്യേണ്ട. വെറും 21 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്താൽ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കൊച്ചിൻ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട്ടിൽ നിന്നും കറക്റ്റ് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലേക്ക് എത്താവുന്നതാണ്. അപ്പൊ എല്ലാം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും താമസിക്കാനും ഒക്കെ വളരെ നല്ലൊരു സ്ഥലമാണ് 2020. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ വീടിന്റെ എലിവേഷനൊക്കെ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഗേറ്റ് മതിലിനൊക്കെ തന്നെ നമുക്ക് തുടങ്ങാം. മതിൽ വന്നിട്ടാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് ആണ്. അതിനുള്ളിൽ ചെറിയൊരു ഔട്ട്ലൈൻ പോലെ ഇട്ടിട്ട് ബ്ലാക്ക് കളറിലുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് കൊടുത്തിട്ട് അതിനകത്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് മതിൽ ചെയ്തിരിക്കുന്നത്. മതിലിന്റെ മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ടാണെങ്കിലും ഭംഗിയുള്ള 2 ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മുകൾ ഭാഗത്ത് വന്നിട്ട് ലേസർ കട്ട് ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു സൈഡ് ഇതുപോലെ തുറന്നു വെക്കാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3.5 സെന്റ് ലാൻഡിലാണ്. അപ്പൊ നേരെ കയറി വരുമ്പോൾ നമുക്ക് ഇതിനെ കാർപോർച്ച് കാണാം. നിങ്ങൾക്ക് കാണാം കവേർഡ് ആയിട്ടുള്ള ഒരു കാർപോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ഏരിയാസ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ച് ഇതുപോലെ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഒരു കാറിനും പാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരു കാറിനും, ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഈ ഭാഗത്തൊക്കെ ഇതുപോലെ ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലേക്കൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു പോർഷൻ കഴിഞ്ഞാൽ ബാക്കി ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നിങ്ങൾക്കൊരു വെള്ളത്തിനുള്ള സോഴ്സ്, ഒരു വലിയ കിണർ കാണാം. കിണർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന വഴി ഇതുപോലെ ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ആണ് ഇട്ടിരിക്കുന്നത്. തൽക്കാലത്തേക്ക് വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് ബിൽഡറോട് സംസാരിച്ചിട്ട് നമുക്ക് പിന്നീട് വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്തും ഇവിടെയും ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ട ആ ഒരു സൈഡ് പോലെ തന്നെയാണ് റൈറ്റ് സൈഡും. റൈറ്റ് സൈഡ് നമുക്ക് കുറച്ചും കൂടെ വിട്ട് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ ചെന്നെത്തുന്നതും കിണറിന്റെ ആ സൈഡിലെ ബാക്ക് സൈഡിലേക്കാണ് ചെന്നെത്തുന്നത്. അപ്പോൾ ഈ വീട്ടിലുള്ള വാട്ടറിനുള്ള സോഴ്സ് നമ്മൾ കണ്ടു. നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ബാക്ക് സൈഡിൽ ഒരു വലിയ കിണറുണ്ട്. അതുകൂടാതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് ഇവിടെ ഉള്ളത് KWയുടെ വാട്ടർ കണക്ഷനും കൂടിയാണ്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം തന്നെ കണ്ടു. നല്ല ഭംഗിയായ ഡിസൈനിൽ അട്രാക്റ്റീവായ നല്ല ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ഇതിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 4-5 ചെയറുകൾ ഇടാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാർ പോർച്ചിന്റെ 2 പില്ലേഴ്സ് നോക്കിയാലും കാണാം, ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. 2 പീസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഇതിന്റെ മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ്.
നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ കയറി വരുമ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്താണെങ്കിലും 3 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ വുഡ് വെച്ച് കവർ ചെയ്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വിൻഡോ ചെയ്തിരിക്കുന്നത്. നേരെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം റൂഫിൽ അത്യാവശ്യത്തിനുള്ള ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള നീളത്തിലുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ചെറിയ ബ്ലൂയിഷ് ഡിസൈൻ വരുന്ന രീതിയിലാണ് അതിന്റെ ആ ഒരു മോഡൽ വരുന്നത്. TV വെക്കാനുള്ള സ്പേസ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു വൈറ്റിൽ ലീഫിന്റെ ഡിസൈൻ ഒക്കെ വരുന്ന ഭംഗിയുള്ളൊരു വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. മൾട്ടി വുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഒരുപാട് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടാണ് ഈ കാണുന്ന വലിയൊരു ഏരിയ TV വെക്കാനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ യൂണിറ്റ് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല കളർഫുൾ ആയിട്ടുള്ള 2 ബാറുകളൊക്കെ കൊടുത്ത് അതിനകത്തൊക്കെ നല്ല കളർഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ആ ഒരു TV യൂണിറ്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഏരിയയും ഭംഗിയാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് നമുക്ക് ഡൈനിങ്ങിനായിട്ട് അലോ ചെയ്തിട്ടുള്ള ഈ ഒരു സ്പേസിലേക്കാണ്. നമുക്ക് ലിവിംഗ് കം ഡൈനിങ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിലായിട്ടാണ് ഒരു വലിയ ഹാളായിട്ട് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് ഡൈനിങ്ങിനോട് സെപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ മൾട്ടി വുഡ് കൊണ്ട് അതും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. ഡൈനിങ്ങിലേക്ക് വരുന്ന എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് തന്നെ മൾട്ടി വുഡിൽ നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്കൊരു 4 പേരെ അല്ലെങ്കിൽ 5 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു ചെറിയ സ്പേസ് ആണ് നമുക്കിവിടെ ഡൈനിങ് ഏരിയയിലായിട്ട് കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഡൈനിങ്ങിന്റെ സ്പേസിൽ നിന്ന് തന്നെയാണ്. അതിന് താഴെയുള്ള ഭാഗം നോക്കിയാൽ നമുക്ക് കാണാം ഇതുപോലെ കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ വലിയ ഡോറ് കൊടുത്തിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ബാക്ക് സൈഡിലും ഭംഗിയുള്ള 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിന്റെ റൂഫിലാണെങ്കിൽ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കിയാൽ കാണാം ഭംഗിയുള്ള റൂഫിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പോർഷൻ വന്നിട്ടാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്. നമ്മൾ ലിവിംഗ് സ്പേസും ഡൈനിങ്ങും കണ്ടു. അതിനുശേഷം നമുക്ക് ഇതൊരു 3 BHK വീടാണ്. നമുക്ക് ഇതിന്റെ താഴെ ഒരു ബെഡ്റൂം ആണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. മൾട്ടി വുഡ് കൊണ്ട് ഭംഗിയായ രീതിയിലുള്ള ക്യാബിൻ പോലെയൊക്കെ ചെയ്ത് അതിനകത്താണ് വെച്ചിരിക്കുന്നത്. ബാക്കിൽ ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. അതിന് താഴെയുള്ള ഭാഗമാണെങ്കിലും കബോർഡുകളൊക്കെ ആയിട്ട് കൺവെർട്ട് ചെയ്ത് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ റൂഫ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൽ നമുക്ക് നോക്കുവാണെങ്കിൽ 2 സൈഡിലായിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഒരു വോളിന്റെ 3/4 ഭാഗത്തോളം നല്ല ലെങ്ത് ആയിട്ട് തന്നെയാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് മൾട്ടി വുഡിൽ വലിയൊരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലാണെങ്കിലും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു സെറയുടെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമുക്ക് ഇനി കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഡൈനിങ് ഹാളിൽ നിന്നിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആണ്. ഈ കാണുന്നതാണ് ഡോറ്. കുറച്ചു ഭാഗത്ത് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ആവശ്യമാണ് കിച്ചൺ ഓപ്പൺ കിച്ചൺ വേണ്ട, പഴയ പോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ വേണമെന്ന്. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും സ്യൂട്ട് ആയ ഒരു കിച്ചൺ ആണിത്. ഇതിന്റെ ഫ്ലോർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ ഇട്ടിരിക്കുന്നത്. നല്ല ഗ്രിപ്പോട് കൂടി ടൈല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വൈറ്റ് കളറിലുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 വിൻഡോസ് 2 ഭാഗത്തായിട്ട് നമുക്ക് കാണാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ വന്നിട്ട് ഒരു വുഡ് കളറാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കിച്ചണിൽ നിന്നൊരു ഡോറ് കാണാം. ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ വർക്ക് ഏരിയയ്ക്കായിട്ട് അലൗ ചെയ്തിരിക്കുന്ന സ്പേസിലേക്കാണ് ഇറങ്ങുന്നത്. വർക്ക് ഏരിയ തൽക്കാലം ചെയ്തിട്ടില്ല, അവിടെ പ്ലെയിൻ ആയിട്ടാണ്. അതുകൊണ്ട് ഞാനത് കാണിച്ച് സമയം കളയുന്നില്ല. വർക്ക് ഏരിയ നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ ബിൽഡറായിട്ട് സംസാരിച്ചിട്ട് തീർച്ചയായും അത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ മുകളിലുള്ള കാര്യങ്ങളാണ്.
ഒരു സ്റ്റെപ്പ് നോക്കിയാൽ നമുക്ക് കാണാം മുകളിലേക്ക് പോകുന്ന വഴിക്കുള്ള ഈ സ്റ്റെപ്പുകളുടെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. കംപ്ലീറ്റ് ആയിട്ട് മുകൾ ഭാഗം വരെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നടന്നു പോകുന്ന വഴികളിലുള്ള സ്റ്റെപ്പ് ഒക്കെ നോക്കിയാൽ കാണാം ഒരു വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വുഡിന്റെ സ്റ്റെപ്പുകളാണെന്നേ തോന്നുള്ളൂ. കടന്നു പോകുന്ന ഈ ഒരു വഴിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമുക്ക് 3 വിൻഡോസ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് വർക്കുകളൊന്നുമില്ല, ആവശ്യത്തിന് മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റെപ്പ് കയറി വരുന്നത്. വന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഭാഗത്തും കുറച്ച് ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ സൺലൈറ്റും കാറ്റും ഒക്കെ അകത്ത് കടക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയ രീതിയിലാണ് ഇതുപോലെ പെർഗോള മോഡലിൽ ഓപ്പണിങ്സ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ കാണാം ഈ ഒരു ഷേപ്പിലാണ് ഇവിടുത്തെ ഒരു ഹാള് കിട്ടുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ ഒരു വലിയ ഹാളായിട്ടല്ല, കുറെ സ്പേസുകൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് ഒരു കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ലാൻഡും സ്ക്വയർ ഫീറ്റും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നടന്നു വന്ന സമയത്ത് ആദ്യം കാണുന്ന ഡോർ നമ്മൾ തുറക്കുവാണെങ്കിൽ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. യൂട്ടിലിറ്റി സ്പേസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു രീതിയിലുള്ള ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷ് മെഷീൻ ഒക്കെ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ ടെറസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ഒരുപാട് വർക്കുകളൊന്നും ചെയ്യാതെ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. നോക്കിയാൽ കാണാം അത്യാവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് മിറർ ഫെസിലിറ്റികളും എല്ലാം കൊടുത്ത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കം വാർഡ്രോബ് എന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഒരു ഭാഗത്താണ്. ഏകദേശം ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന പോലുള്ളൊരു ടൈലാണ് ഇതിനകത്തെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം കണ്ടു. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങുന്നത് ഇവിടുത്തെ ഈ ഒരു ഹാളിലേക്കാണ്. ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സ്പേസുകളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കിയാൽ കാണാം ഇവിടുത്തെ ഈ DP ബോക്സ് ഒക്കെ വെച്ചിരിക്കുന്നതിന് താഴെയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനായിട്ടൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂം എന്ന് പറയുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. എങ്കിലും നമുക്കൊരു സിംഗിൾ കോട്ട് കട്ടിലാണ് ഇവിടെ എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ കാണാൻ നല്ല ഫ്ലവറിന്റെ മോഡലിലുള്ള ഭംഗിയുള്ളൊരു വർക്കാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED സ്ട്രിപ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് നമ്മൾ കുറച്ച് കണ്ട റൂമിലെ പോലെ വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും കൂടെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു വാർഡ്രോബ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസ് ആയിട്ടും ഇവിടെ 2 വിൻഡോസും ആയിട്ടുമാണ് എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബാത്റൂം കിട്ടുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകൾക്കും അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ഹാളിന്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡ് കൊണ്ട് ഇതുപോലെ ഭംഗിയുള്ള ഒരു ഫ്ലവർ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് പോകുന്നതിന് മുമ്പ് റൂഫിലേക്ക് നിങ്ങൾ നോക്കിക്കോളൂ. ഒരുപാട് പേരുടെ സജഷനാണ് വീടിന്റെ അകത്ത് റൂഫിലൊന്നും ഒരുപാട് വർക്കുകൾ വേണ്ട, ഒരു മിനിമൽ വർക്കുകൾ മതി എന്നുള്ളത്. അതിന് ആപ്റ്റായ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബാൽക്കണിക്കുള്ള സ്പേസ് കിട്ടുന്നത്. ബാൽക്കണി വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. താഴെ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു പില്ലർ തന്നെയാണ് മുകളിലേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയുള്ള ഒരുപാട് വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിരുന്നു 8-9ഓളം വില്ലകളാണ് നമ്മളുടെ ഈ ഒരു വില്ലയുടെ ഓപ്പോസിറ്റ് ആയിട്ടും സൈഡിലും ഒക്കെ ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയുള്ള എലിവേഷനോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്തെ 2020 പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. നമ്മുടെ എല്ലാ വീഡിയോകളും ഞാൻ എടുത്തു പറയാറുണ്ട്, എന്തുകൊണ്ടും നമുക്ക് താമസിക്കാനായിട്ട് വളരെ സുഖപ്രദമായ സ്ഥലമാണ് കിഴക്കമ്പലം 2020 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്, മാർബിൾ ഹോംസ് എന്ന എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നമ്മൾ ഇതിലൂടെ കാണിക്കുന്ന എല്ലാ വീഡിയോകൾക്കും തന്നെ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളൊരു ബാങ്കിലെ ഏജന്റിന്റെ പുറകെ നടന്ന ബുദ്ധിമുട്ടാതെ നമ്മൾ വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാങ്ക് ലോൺ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നതാണ്. 100% സത്യസന്ധമായ വിവരങ്ങൾ മാത്രമാണ് മാർബിൾ ഹോംസിലൂടെ നമ്മൾ നൽകുന്നത്. നമ്മളുടേതായിട്ട് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല നമ്മൾ മാർബിൾ ഹോംസിലൂടെ കാണിക്കുന്നത്. നമ്മൾ കാണിക്കുന്ന വീടുകൾ ബിൽഡ് ചെയ്ത ബിൽഡർ പറയുന്ന റേറ്റും സ്ക്വയർ ഫീറ്റും ലാൻഡും ഒക്കെയാണ് നമ്മൾ നിങ്ങളുമായിട്ട് കൺവേ ചെയ്യുന്നത്. അപ്പൊ യാതൊരു തരത്തിലുള്ള ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ചാനലിൽ വരുന്നില്ല. ഓണർ തരുന്ന വിവരങ്ങൾ നമ്മൾ നിങ്ങളായിട്ട് പാസ് ചെയ്യുന്നു. വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ, വീടിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓണറായിട്ട് സംസാരിച്ച് വീടിന്റെ ബിൽഡറായിട്ട് സംസാരിച്ചാണ് നെഗോഷിയേറ്റ് ചെയ്ത് ആ ഒരു റേറ്റിലേക്ക് എത്തുന്നത്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കും തീർച്ചയായിട്ടും വീടുകൾ കാണാൻ വരുമ്പോൾ മാർബിൾ ഹോംസിലൂടെ കിട്ടുന്നത്. ഇത് നമ്മളെ കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ പരിചയപ്പെട്ട ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3.5 സെന്റ് ലാൻഡിലാണ്. 3.5 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 1550 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1550 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇതൊരു 3 BHK ഹൗസ് ആണ്. എങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. നമുക്കിവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നല്ലൊരു വെല്ലുണ്ട്. മറ്റൊരു ഓപ്ഷൻ വരുന്നത് KWയുടെ വാട്ടർ കൂടിയാണ്. ഈ മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് വളരെ കുറവാണ്. 59 lakhs ആണ്. 59 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസിന് ഒരു ഡിസ്കൗണ്ട് റേറ്റ് കൂടെ നിങ്ങൾക്ക് കിട്ടി നല്ലൊരു റേറ്റിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. അപ്പൊ ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്ത മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.